വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ആൻഡ് മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലെ. അപ്പൊ മക്കളെ എല്ലാവരും ഫുൾ സെറ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് ബിയോണ്ട് എർത്ത് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നിന്നുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ കോളം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് കോളം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, കോളം 1ഉം കോളം 2ഉം. കോളം 1ൽ എന്തൊക്കെയുണ്ട്? സാറ്റലൈറ്റ് ഓഫ് എർത്ത്, റെഡ് പ്ലാനറ്റ്, കോൺസ്റ്റലേഷൻ ആൻഡ് പ്ലാനറ്റ് വിച്ച് ഈസ് കോമൺലി കോൾഡ് ആൻ ഈവനിങ് സ്റ്റാർ. ഇനി നമ്മുടെ കോളം 2ൽ എന്തൊക്കെയുണ്ട്? ഓറിയോൺ ഉണ്ട്, അതുപോലെ വീനസ്, മാർസ്, മൂൺ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യണം, അതായത് മാച്ച് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് നോക്കാം സാറ്റലൈറ്റ് ഓഫ് എർത്ത്. എർത്തിന്റെ സാറ്റലൈറ്റ് ഏതാണ്? മൂണാണ്. അപ്പൊ നമ്മൾ അതിലോട്ട് നേരെ നമ്മൾ മാച്ച് ചെയ്തു. അടുത്തത് റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മാർസ് ആണ്. ഇനി നമ്മുടെ കോൺസ്റ്റലേഷൻ എക്സാമ്പിൾസ് കോളം 2വിലുള്ള എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ അതിന് കോൺസ്റ്റലേഷൻ എക്സാമ്പിൾ ഏതാണ്? ഓറിയോൺ ആണ്. ഇനി പ്ലാനറ്റ് വിച്ച് ഈസ് കോമൺലി കോൾഡ് ആൻ ഈവനിങ് സ്റ്റാർ. ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഒരു പ്ലാനറ്റ് ഏതാണ് മക്കളെ? നമ്മുടെ സ്വന്തം വീനസ് ആണ്. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ജസ്റ്റ് നിങ്ങൾ മാച്ച് ചെയ്ത് എഴുതാനായിട്ട് വേണ്ടത്. ഇനി നമ്മൾ ഇതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുവാണ്. സോൾവ് ദ ഫോളോവിങ് റിഡിൽ. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? മൈ ഫസ്റ്റ് ആൽഫബറ്റ് ഈസ് ഇൻ മാൻ ബട്ട് നോട്ട് ഇൻ ക്യാൻ. അതായത് മാനിലുണ്ട് പക്ഷെ ക്യാനിലില്ല. മാനിലുള്ളതും ക്യാനിൽ ഇല്ലാത്തതുമായിട്ടുള്ള ആ ഒരു ഫസ്റ്റത്തെ ആൽഫബറ്റ് ഏതാണ്? എം ആണ്. കാരണം എ എന്ന് പറയുന്നത് മാനിലും ഉണ്ട് ക്യാനിലും ഉണ്ട്. അടുത്ത എന്താണ്? മൈ സെക്കൻഡ് ആൽഫബറ്റ് ഈസ് ഇൻ ഈസ് ആൻഡ് ഓൾസോ ഇൻ ഫാൻ. നോക്കിയാലോ, അതായത് ഇവിടെ ഫസ്റ്റ് എയ്സിലുണ്ട് ആൻഡ് ഫാനിലും ഉണ്ട്. അപ്പൊ രണ്ടെണ്ണത്തിലും ഉള്ളത് ഏതാണ് മക്കളെ? യെസ്, രണ്ടെണ്ണത്തിലും എ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എം എ എന്ന് നമുക്ക് പൂരിപ്പിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഏതാണ് മക്കളെ? അടുത്തത് നോക്കിക്കോ. മൈ തേർഡ് ആൽഫബറ്റ് ഈസ് ഇൻ റാറ്റ് ആൻഡ് നോട്ട് ഇൻ ക്യാറ്റ്. അതായത് റാറ്റിലുണ്ട് പക്ഷെ ക്യാറ്റിലില്ല. അങ്ങനെ ഏതായിരിക്കും? യെസ്, ആറാണ് അല്ലെ. എന്ന് പറയുന്നത് റാറ്റിലേ ഉള്ളൂ, ക്യാറ്റിലില്ല. ഇനി അടുത്തത് മൈ ഫോർത്ത് ആൽഫബറ്റ് ഈസ് ഇൻ സൺ ബട്ട് നോട്ട് ഇൻ ഫൺ. അതായത് സണ്ണിലുണ്ട് പക്ഷെ എവിടെയില്ല? ഫണ്ണിലില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യെസ്, എസ് ഉണ്ട്. അപ്പൊ ഇതാ നമുക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? ഐ ആം എ പ്ലാനറ്റ് ദാറ്റ് മൂവ് അറൌണ്ട് എ സൺ. ഞാൻ നമ്മുടെ സണ്ണിന് ചുറ്റും അതിന് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ്, ഒരു പ്ലാനറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു റിഡിൽ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം ഏതാണ് മക്കളെ? നമ്മുടെ മാർസ് ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും റിഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ് മക്കളെ. യെസ്, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്ട്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ പ്ലാനറ്റ് ഓഫ് എ സൺ. സണ്ണിന്റെ പ്ലാനറ്റ് അല്ലാത്തത് ഏതാണ്? ജൂപ്പിറ്റർ ഉണ്ട്, പ്ലൂട്ടോ, നെപ്റ്റ്യൂൺ ആൻഡ് സാറ്റേൺ. ഉത്തരം നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏതാണ്? പ്ലൂട്ടോ ആണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം ഇതാണ്ട്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് അവർ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം അല്ലെങ്കിൽ മലയാളത്തിൽ സൗരയൂഥം എന്ന് പറയും. അതിലെ മെമ്പർ അല്ലാത്തത് ആരാണ്? സിരിയസ് ഉണ്ട്, കോമറ്റ്സ് ഉണ്ട്, ആസ്ട്രോയിഡ്സ് ഉണ്ട്, പ്ലൂട്ടോ ഉണ്ട്. ഏതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് മെമ്പർ അല്ലാത്തത്? നമ്മുടെ സിരിയസ് ആണ്. അതൊരു സ്റ്റാർ ആണ്. അത് സോളാർ സിസ്റ്റത്തിന് പുറത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസേ നോക്കിയിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ പലതും നിങ്ങൾക്ക് കേട്ടറിവുള്ളതും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. പക്ഷെ ഓരോന്നിന്റെയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി തന്നെ പഠിക്കണം. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കി വെക്കുക. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസും വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.